സിക്കൊടിഞ്ഞു ആ. ഹലോ ഗൈസ്, കാൾ മീ വിജിത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് കൊല്ലത്തുള്ളൊരു മലനടമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് ചൂണ്ടയിടാൻ വന്നേക്കുന്നത്. ഇതിൻ്റെ പുറകിൽ കുറേ കണ്ടവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് അവിടെയാണ് ചൂണ്ടയിടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ബാക്കി വീഡിയോയിലോട്ട് നമുക്ക് പോവാം. ഇവിടെ ആണെങ്കിൽ മൊത്തം വെള്ളം കയറി കിടക്കും, നമുക്ക് മീനെ അടിക്കുമെന്ന് അറിയത്തില്ല. നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, വന്ന സമയത്താണെങ്കിൽ ഇവിടെ ഇത്രയും വെള്ളമില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ശരിക്കും വെള്ളമായിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലൊന്ന് പോയി നോക്കി കാസ്റ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ കിട്ടുമോ ഇല്ലയോ ഒന്നും തോന്നുന്നില്ല. നമുക്ക് എന്നാലും ഒന്ന് നോക്കിയേക്കാം. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കൈസാണ്ട്. ഇവിടെ കുറച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് കിടപ്പുണ്ട്. വരാലിനെ ഒന്നും കണ്ടിട്ടില്ല. ഇവിടെ വരാലുണ്ടെന്ന് തോന്നുന്നു കൈസാണ്ട്. ആ കാടൊക്കെ അന്ന് ശരിക്കും അനങ്ങുന്നുണ്ട്. അപ്പോൾ കൈസ ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ ചൂണ്ടിടാൻ വന്നേക്കുന്നത്. നമ്മൾ ഇവിടുന്ന് നേരത്തെ വന്ന് മീനെയൊക്കെ അടിച്ചിട്ടുണ്ട്. മാറോ ഇപ്പോൾ സ്ഥലം ലേശം ഇവിടെ ശരിക്കും വെള്ളമൊക്കെ കയറി കിടക്കുന്നതുകൊണ്ട് മീൻ അടിക്കാൻ ഭയങ്കര പാടാണ്. നമുക്ക് ഇവിടെ നിന്ന് അടിച്ചിട്ടില്ല, നമുക്ക് വേറെ അപ്പുറത്തോട്ടൊന്ന് മാറ്റിയിട്ട് നോക്കാം. വായിക്കൊന്ന് അടിച്ചു നോക്കാം. മറ്റേ മേപ്പോട്ട് കയറ്, കയറി ഞാൻ അവിടെ കയറാ. അവിടെ നീ പേടിക്കണ്ട, നോക്കണ്ട അതിനകത്തോട്ട്. എൻ്റെ കാലയിലുണ്ടോ? അയ്യോ ചേമ്പ് വേണമല്ലോ, നോക്കണ്ട, നീ അകത്തോട്ട് കയറിപ്പോ. അങ്ങനെ ചേമ്പുണ്ടോ നോക്കാം നമുക്ക്. എൻ്റെ കാലയിലും ഉണ്ടോണം. ചേമ്പ് വേണം. കുറഞ്ഞോടാ. എൻ്റെ കാലയിൽ എന്തി ഉണ്ടോ? എന്തിയാടാ മീനൊക്കെ? ഒന്നിനെയും കാണാനില്ലല്ലോ. ചൂണ്ട കിടക്കുന്നെല്ലാം കൂടെ.
തവള എടുത്തേ, മറ്റേ തവള എടുത്തേ. തവള 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 മറ്റേ തവള, ഉണ്ടത്തവള, വലിയ തവള. അത് അടച്ച് അകത്ത് കയറ്റി വെക്കണ്ട, അവിടെ തന്നെ വെച്ചേക്ക്. അതല്ലടാ, എന്നാ പച്ച ഇങ്ങിതാ, പക്ഷേ ഇതിങ്ങിതാ, ഓറഞ്ചിങ്ങിതാ. എന്നിട്ടേ മറ്റേ തവള എടുത്ത് വെക്കേ, മറ്റേ പാട്ടയും കൂടെ തുറന്ന് വെച്ചേക്ക്. ഇല്ല അടച്ചു വെക്കണ്ട, അവിടെ വെച്ചേക്ക്. അത് വെളിയിൽ വെച്ചേക്ക്, നമുക്ക് ആവശ്യം വരും. ആ പിടിച്ചു. വൈശാഖേ, കയറ്റാൻ പറ്റത്തില്ലല്ലോടാ. എടാ വൈശാഖേ, വാടാ, കയറ്റാൻ പറ്റത്തില്ലടാ. അവൻ പോടാ. മാറ്. ഇല്ല സ്റ്റിക്ക് ഓടിപ്പോയതാ. ഹലോ ഗൈസ്, സ്റ്റിക്ക് ഒടിഞ്ഞു. ആ സ്റ്റിക്ക് ഒടിഞ്ഞു. അതിനകത്ത് വല കിടപ്പുണ്ട്, എടുക്ക്. വല ബായി തുറക്ക്, വല തുറന്ന് നോക്ക്. പിടിച്ചേ. ആണാ, പോയല്ലേ, താക്കട ഒന്ന്. പിന്നെ മണൽവാഹ സ്റ്റിക്ക് ഒടിഞ്ഞു. സ്റ്റിക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ചാട്ടപ്പാട്ടാന്ന് ഒടിഞ്ഞ്. ആരുടെ ഇത്? നമ്മുടെ ആടാ. അവര് അച്ഛനും അമ്മയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമരില്ല ജയം വരുമായിരുന്നു ഇവിടെ മലനടയിലെ ജെയിംസ് ഇല്ലേ, ജയം വിളിക്കും. എനിക്കറിയത്തില്ല ഇവിടെ ഉള്ളതല്ല. ഇല്ലേ, ഞാൻ 10 അമര് വന്നേ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇത് കൊടുത്തേച്ചേ അവിടെ കൊണ്ടുപോകത്തുള്ളൂ. പറഞ്ഞ കാണണ്ട, ഇത് 10-600 രൂപയുടെ മുതലുണ്ടാ. 2 കിലോ കാണത്തില്ല, 2 കിലോ മേളിലുണ്ട്. സ്റ്റിക്ക് ഒടിച്ചു കളഞ്ഞില്ലേ അണ്ണാ. ഇവിടെ കയറ്റാനെ കൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ല, പൊക്കി കയറ്റാനേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒടിഞ്ഞാണോ? പൊക്കി കയറ്റി. അപ്പോൾ ഗൈസ്, നമ്മൾ രാവിലെ ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് ചൂണ്ടിടാൻ തുടങ്ങിയതാണെങ്കിൽ മലനാട് അമ്പലത്തിൻ്റെ ഇവിടെ തന്നെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളാണ് ഈ പുറകെ കാണുന്ന ഈ വയലിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് നമ്മളാണെങ്കിൽ ഇന്ന് മീനെ അടിച്ച് കയറ്റിയത്. ഏതാണ്ട് 2 കിലോളം വരുന്ന ഒരു വാഗയാണ് നമ്മളൊക്കെ അടിച്ച് കയറ്റിയത്. നമ്മുടെ കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതേ സ്പോട്ടിൽ വന്നിട്ട് നമുക്കൊരു വാഗ അടിച്ച് കയറ്റേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ കാണാനെ കൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ എല്ലാവർക്കും സ്ലുലു.